നമസ്കാരം, സല്ലൂസ് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ മുൻപിട്ട UK യാത്രയുടെ രണ്ടാം ഭാഗമാണ്. എല്ലാവരും കാണണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു. നല്ല മിനിയേച്ചർ വീടുകൾ, ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം റെസ്റ്റോറൻറ്റ്സും ഷോപ്സും എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കാണാത്തവർക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിപ്പം ബെംബ്രിഡ്ജ് എന്താ ബെംബ്രിഡ്ജ് സാൻഡൗൺ ബെംബ്രിഡ്ജ് ഡൗൺ എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ ആക്ച്വലി ഇരുന്നത് താഴെ അവിടെയായിരുന്നു. അപ്പം വ്യൂ കാണാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് മലയുടെ മേളിലേക്ക് വന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാം കുഞ്ഞി റൂട്ടുകളാണ്. പക്ഷെ ചുറ്റും നല്ല നല്ല ലാൻഡ്സ്കേപ്പ് ഉണ്ട്. സീ ഫേസിംഗ് ആണ്. വീടുകളും കാരവാൻസും ഒക്കെ നമുക്ക് വ്യൂ കിട്ടും. പോവാണ് കാട്ടിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് പോകുന്നു. ഡ്രൈവർ ഈസ് ഓൾ സെറ്റ്. സോ ഡ്രൈവർ കേറുന്നുള്ള ആള് ലാസ്റ്റാണ്. നമ്മൾ ഇന്ന് എന്താ പരിപാടി? ഫുഡടി. ജംബോ ഫിഷ് ആൻഡ് ചിപ്സ്. അത് നല്ലൊരു ട്രേ അല്ലേ? ഫിഷ് ട്രേ. നല്ല വലിയ സൈസും ഉണ്ട്. ആൻഡ് ഹേസു എക്സൈറ്റഡ്. റെഡി. ആൻഡ് ഇവിടുത്തെ വ്യൂവും കൊള്ളാം. കടലിന്റെ ജസ്റ്റ് ഫേസിംഗ് ആണ്. ആൻഡ് ഷീ ഈസ് റെഡി ടു ഈറ്റ്. ഹായ്, അപ്പം ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ 4th ഡേ അല്ലേ? അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എളുപ്പത്തിന് ഗാർലിക് ബ്രെഡ് ഉണ്ട്, സോസേജസ് ഉണ്ട്, മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത്, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. ഇത് ബേബി കപ്പ് ഹേസുവിൻ്റെ ഹോട്ട് ചോക്ലേറ്റ്. അങ്ങനെ പിന്നെ ഇത്തിരി ഐസ്ബർഗ് ലെറ്റ്യൂസ് ഉണ്ട്. ഇച്ചിരി പച്ചക്കറിയൊക്കെ പോട്ടെ അങ്ങനെ. അപ്പോൾ ഇത് എവിടെ ഒരാളെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട്, ഓ മൈ ഗോഡ് തരാട്ടോ. ഓക്കെ എന്നാ. ഹായ്. അപ്പം ഭയങ്കര വലിയ ഏരിയ, 50 acres ഉണ്ട് പറഞ്ഞ പോലെ. അതുപോലെ തന്നെ 100 ഡോങ്കീസും ഉണ്ട്. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് വിസിറ്റിന്. അങ്ങനെ എൻ്റെ 2 ലിറ്റിൽ ബേബീസ് നടക്കണം. ഹായ് ലിറ്റിൽ ബേബീസ്. നല്ല സോഫ്റ്റ് ക്ലീനാ. നല്ല സാധാരണ ചില സ്ഥലത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡേർട്ടി വൂളായിരുന്നു. നമ്മൾ സ്റ്റീപ്പ് ഹിൽ സൗത്ത് ബീച്ചിലാണ്. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അവിടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ് മുകളിലും. അപ്പം ഒരാളെ മേളിൽ കേറി പോവാ. അപ്പനെ കണ്ട. ഇതാണ് ഐൽ ഓഫ് വൈറ്റ് ഐലൻഡ് ഒരു ചെറിയ വ്യൂ. ഓരോരോ വെന്യൂസ് കാണാം. വെന്റ്നർ ബീച്ച്, ഷാങ്ക്ലിൻ, സാൻഡൗൺ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ വാട്ടർഫോൾ ആയാലും കാണാൻ. അവിടെ ബീച്ചിന് തൊട്ടടുത്തുള്ളൊരു വ്യൂ ആണിത്. അതെ. ഹേസു എൻജോയിങ്. ഇവിടെ വേറൊരു ബേബി ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ വലിയ കുട്ടി ചെറിയ കുട്ടിയായിരിക്കുക. അവിടെ ഒരു ട്രീ ഹൗസ് പോലെ ഉണ്ട് മേളിൽ. ലൈറ്റ്സ് കാരണം ഇങ്ങനെ ഭയങ്കര ഫ്ലാഷിങ് ആണ്. ഇവിടെ നമ്മളൊക്കെ ഡൈനോസർ ഉണ്ട്. ഹലോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ സ്പെഷ്യലി ആ ലൈറ്റ്സും കൂടെ ആയപ്പോൾ നല്ല എഫക്റ്റ്. പഴയ ലൈറ്റ്സും. ഇവിടെ നിൽക്കുവാണെങ്കിൽ ഫോട്ടോ എടുക്കാം. ഇതാണ് ഷാങ്ക്ലിൻ ബീച്ചിന്റെ ഒരു ഓവർവ്യൂ. നിയർ ടു ഷാങ്ക്ലിൻ ഷൈൻ. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്.
സൈഡ് തന്നെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു എന്താ പറയുക ഇച്ചിരി നാച്ചുറൽ സ്പോട്ടായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. സോ ഇറ്റ്സ് ലൈക്ക് കണ്ട ഒരു ഫോറസ്റ്റ് ലുക്ക് അല്ലേ ബീച്ച് സൈഡ്. ഈവനിങ് ടൈം വരാൻ കാരണം നൈറ്റ് ടൈമിൽ എന്താ പറയുക ഈവനിങ് ടു നൈറ്റ് ടൈമിൽ ഇവർ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ട് കാണാനും ഇച്ചിരി ഭംഗി കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൈം ഓപ്റ്റ് ചെയ്തത്. ഇത് മേക്ക് എ വിഷ് ആണ്. അപ്പം റിംഗ് ദ ബെൽ വിത്ത് എ കോയിൻ. ഇവിടെ ഇട്ടേക്കണ ബെൽസ് കണ്ടോ, അത് നമ്മൾ കോയിൻ എറിഞ്ഞ് മേക്ക് എ വിഷ് ചെയ്യുക. അപ്പം അങ്ങനെ ആൾക്കാരിട്ട കോയിൻസ് താഴെ കാണാം. നെക്സ്റ്റ് ഞങ്ങളൊരു ബസ്സിൽ പോവാം അല്ലേ, ഓപ്പൺ ബസ് ജേർണിയാണ് ഇവിടുത്തെ ഐൽ ഓഫ് ഫൈറ്റ് ബ്രീസ്. ഞങ്ങൾ സ്വീറ്റ് ഫാക്ടറി പോയി, എന്നിട്ട് സ്വീറ്റ്സ് മേടിച്ചല്ലേ. ഞങ്ങൾ മേടിച്ച സ്വീറ്റ്സ് ആണ് ഒരു വൈറ്റ് ചോക്ലേറ്റ്. ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ ആളാണ്, അപ്പം വൈറ്റ്, പിന്നെ മിൽക്ക് ചോക്ലേറ്റ്, പിന്നെ ഒരു സ്റ്റിക്ക് ചോക്ലേറ്റ് സ്റ്റിക്ക്, ഹോട്ട് ചോക്ലേറ്റിൻ്റെ. എന്ത് ഭംഗിയുള്ള ഗ്ലാസ്സസ് നോക്ക്, പല പ്രൈസസിനുണ്ട്, പല കളറിൻ്റെ ഉണ്ട്. ആൻഡ് ചെറിയ ചെറിയ മോഡൽസും പേപ്പർ വെയ്റ്റ്സ്, ഒത്തിരി എന്താ പറയുക ഭംഗിയുള്ള കളറുകളും ഒക്കെ ഉണ്ട്. സ്മോൾ സ്മോൾ സ്റ്റെപ്സ്, അതിൽ നടക്കാൻ പാടാ, എന്നാലും ഹേസു is taking baby steps. ഞാൻ എടുക്കാവുള്ള മൾട്ടി കളർ റോക്സ് ഉണ്ടോ, ബ്ലാക്ക് ഉണ്ട്, സെഡിമെന്ററി റോക്സ് ആണ്, റെഡ് കളർ ഉണ്ട്, പിന്നെ ബ്രിക്ക് റെഡ് കളർ, യെല്ലോ, ബ്രൗൺ, സാൻഡ് കളർ, നല്ലൊരു മിക്സ്ചർ ഓഫ് അല്ലേ അല്ലേ, ഒരു റെയിൻബോ ഫീലിംഗ് അല്ലേ, വെട്ടാക്കിയിട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ അടിപൊളി വ്യൂ. വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആ അല്ലേ, ക്ലീൻ ആണല്ലോ. Of the treacherous south coast of the island, running some 12 miles down to St Catherine. നമ്മൾ പോയിക്കൊണ്ടിരിക്കണോ ടുവേർഡ്സ് നീഡൽസ്. ഒരു സുന്ദരി ഇരിക്കണോ ഇവിടെ. എക്സൈറ്റഡ്. बैठ जा. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണ എന്താ മൊത്തം ടു നീഡൽസ്. അപ്പം നല്ല ലാൻഡ്സ്കേപ്പ് ആട്ടോ ഇവിടെ കാണാൻ, നല്ല അല്ല നല്ല ഭംഗിയുള്ള റോക്സും. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മേളിൽ ഈ കാണുന്ന മേളിൽ കൂടെ നമുക്ക് ബസ് റൈഡ് ഉണ്ട്, നടന്നും പോവാം. പിന്നെ ഇത് പെബിൾ ബീച്ചാട്ടോ. അപ്പം നമ്മുടെ മെയിൻ അട്രാക്ഷൻ നീഡൽസാണ്. അപ്പം നമ്മൾ ഈ ചെയർ ലിഫ്റ്റിൽ കൂടെ താഴെ എത്തി. അപ്പം നമ്മൾ മേളിൽ നിന്നാണ് തുടങ്ങിയത്, ഇപ്പം താഴെ എത്തി. ഇനി തിരിച്ച് പോകണമെങ്കിൽ നമുക്ക് മേളിലേക്ക് പോകണമെങ്കിൽ രണ്ട് ഓപ്ഷനാണ്. നടന്ന് കയറണം, സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ പാത്ത് വേണ്ട. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ വെച്ച് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്കിത് ചെയർ ലിഫ്റ്റ് വഴി തന്നെ തിരിച്ച് അവർ മേളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നീഡൽസ് എത്തി. ഇവിടെ പിള്ളേർക്ക് ഡൈനോ ജീപ്പ് സഫാരി ഉണ്ട്, ഡൈനോസർ തീം ബേസ്ഡ് ആണ്. പിന്നെ ഇവിടെ ഹായ്. അപ്പം നമ്മളിന്ന് നീഡൽസ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഈ റിസോർട്ടിൻ്റെ ഒരു പ്ലേ ഏരിയ ആണ്, ഗെയിംസും ആർക്കേഡും ഒക്കെ ആയിട്ടുള്ള പ്ലേ ഏരിയ. ഇതിലെല്ലാം ഉണ്ട്, ഒത്തിരി ടൈപ്സ് ഓഫ് ഗെയിംസും നമുക്ക് വെർച്വൽ ഗെയിംസൊക്കെ കളിക്കാം. നല്ലൊരു സ്പോട്ടാണ്, അറ്റാച്ച് ടു ബാർ ആൻഡ് ആസ് വെൽ ആസ് എ റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അത്, പിന്നെ ഇൻഡോറും ഔട്ട്ഡോർ പൂൾസും ഉണ്ട്. അപ്പം ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്.